ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ നമ്മൾ വെക്കാൻ പോകുന്ന വിഭവം എന്താണെന്ന് വെച്ചാൽ ഒരു മത്തങ്ങ എരിശ്ശേരിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തങ്ങ എരിശ്ശേരി. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ നേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് വെക്കുന്നത്. എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു ഒത്തിരി വിഭവങ്ങളൊന്നും ചേർക്കാതെ വൻപയറും മത്തങ്ങയും ഇട്ട് എങ്ങനെയാണ് നമ്മളൊരു മത്തങ്ങ എരിശ്ശേരി വെക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ എരിശ്ശേരിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരമുറി മത്തങ്ങ നമ്മൾ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി വലിപ്പമല്ല, അന്ന് ഒത്തിരി അങ്ങ് ചെറുതല്ലാതെ ഒന്ന് വെന്തുടയാൻ പാകത്തിനുള്ള രീതിയിൽ ഒരു അരമുറി മത്തങ്ങ നമ്മൾ കട്ട് ചെയ്ത് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 തണ്ട് കറിവേപ്പിലയാണ്. നമ്മുടെ ഇവിടെ നിന്ന് ഫ്രഷ് കരിവേപ്പിലയാണ്. 2 തണ്ട് കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ചേർക്കാനും വേണം, നമുക്ക് കടുക് താളിക്കാനും വേണം. സോ അതിനുള്ള കരിവേപ്പില നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അരമുറി തക്കാളിക്ക് നമ്മളതിലിട്ട് ചേർക്കുന്നുണ്ട്. ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടി അരമുറി തക്കാളിക്ക് നമ്മളതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സവാള നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മൾ ഒരു സവോള, അതുപോലെ തന്നെ ഒരു അരമുറി മത്തങ്ങ, അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില, തക്കാളിക്ക, ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ വേണ്ട ഏറ്റവും മെയിനായിട്ടുള്ള സാധനമാണ് വൻപയർ. നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ, കാരണം എനിക്ക് വൻപയർ അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് മത്തങ്ങ ഇങ്ങനെ അതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുതിർത്ത് വെച്ച വൻപയർ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട എന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 4-5 കൊച്ചുള്ളി അരിഞ്ഞ് അരപ്പിനകത്ത് ചതയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങയും അതുപോലെ തന്നെ ഒരു 4-5 ചുവന്നുള്ളിയില്ലേ, കുഞ്ഞുള്ളി, അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അവസാനം നമ്മൾ തേങ്ങ വറുത്ത് നമ്മൾ ഈ എരിശ്ശേരിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഇതുപോലൊരു ബൗളിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പില നമ്മളെടുത്ത് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെക്കാൻ പോവുകയാണ്. ആദ്യം മത്തങ്ങ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരിഞ്ഞ് വെച്ചിരിക്കുന്ന മത്തങ്ങ, അതുപോലെ തന്നെ തക്കാളിക്ക, ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങിട്ട് കൊടുക്കുക നമ്മൾ കേട്ടോ, വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, ഇത് 3ഉം കൂടെ നമ്മളിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച വൻപയറില്ലേ, കഴുകി വൃത്തിയാക്കി വെച്ച വൻപയറൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില, വെന്ത് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ടിട്ട് നമ്മളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് എത്രയാണോ നമുക്കതിന് ഉപ്പ് വേണ്ടത്, എന്നിട്ട് 1 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ പിന്നാണെങ്കിൽ ഇതൊന്ന് വെന്ത് വരാനുള്ള വെള്ളം, അത് ഒത്തിരിയൊന്നും വേണ്ട, നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം വെള്ളം വേണോ 1 കപ്പ് വെള്ളം ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി. കാരണം വൻപയർ ഓൾറെഡി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അധികം വേവിൻ്റെ ആവശ്യം അതിനകത്തോട്ട് വരുന്നില്ല. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീരകപ്പൊടിയില്ലേ, അത് ഒരു 1/2 സ്പൂണ്, ഒത്തിരി ആയാൽ അതിൻ്റെ ഒരു ഭയങ്കര മണമായിരിക്കും. 1/2 സ്പൂൺ ജീരകപ്പൊടി ചേർക്കുക. അതുപോലെ തന്നെ 1/4 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അത് നമ്മുടെ അരപ്പ് ഇവിടെ നല്ലതായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച് സെറ്റാക്കിയതാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഉള്ള അരപ്പ് നല്ല മഷിത്തണ്ട് രൂപത്തിൽ അരച്ച് നമുക്കത് മറ്റേത് വേവുമ്പോഴത്തേക്കും മൂടി വെച്ചേക്കാം. അപ്പോൾ അതവിടെ വേവുന്ന സമയത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട തേങ്ങ വറുത്ത് എടുക്കാം. അതിനായിട്ട് നമ്മളൊരു പാൻ എടുക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒരു 1/2 സ്പൂണ്
പിന്നെ എന്താ പറയുന്നത്, എണ്ണ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയം നമുക്ക് അതിലേക്കൊരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അര സ്പൂൺ കടുക് നമ്മളിട്ട് കൊടുത്ത് അതിങ്ങനെ പൊട്ടി 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 വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട്. ഈ തേങ്ങ വറുത്തിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ തേങ്ങ ഇങ്ങനെ ഒരു ബ്രൗൺ കളറിൽ ആ എരിശ്ശേരിക്കകത്തോട്ട് ഇട്ടെടുക്കുമ്പോഴത്തേക്കുള്ളൊരു സ്മെല്ലുണ്ടല്ലോ. എൻ്റെ ശിവനേ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല മക്കളെ. അത് എരിശ്ശേരി എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു വീക്ക്നെസ് ആയിട്ടുള്ളൊരു സംഭവം അല്ലേ. ചോറിൻ്റെ കൂടെ പപ്പടവും എരിശ്ശേരിയൊക്കെ കൂട്ടി കഴിക്കാൻ. എരിശ്ശേരി ഉണ്ടെങ്കിൽ ഇവിടെ പിള്ളേർക്കായാലും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം എരിശ്ശേരി. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തങ്ങ എരിശ്ശേരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ മിക്ക ദിവസങ്ങളിലും മക്കൾക്ക് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ ഈ മത്തങ്ങ എരിശ്ശേരി എന്ന് പറയുന്ന ഈ സാധനം. അത് ഓൾമോസ്റ്റ് എല്ലാവരും വെക്കുന്നൊരു സംഭവമാണ് ഈ മത്തങ്ങ എരിശ്ശേരി എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മത്തങ്ങ എരിശ്ശേരി എന്ന് പറയുന്നത് കഴിക്കാനായിട്ട്. മറ്റ് വിഭവങ്ങളും ഒരുപാട് ഇഷ്ടം. പക്ഷേ അതിനകത്ത് ഒരുപാട് വൻപയർ ചേർക്കുന്നത് എനിക്കൊരു താല്പര്യമില്ല. മത്തങ്ങ കൂടി നിന്നിട്ട് വൻപയർ കുറച്ചിട്ടിട്ട് അതിന് ഭയങ്കര ഇഷ്ടമാണ് ഈ മത്തങ്ങ എരിശ്ശേരി കൂട്ടാനായിട്ട്. നെക്സ്റ്റ് നമ്മൾക്കതിലേക്ക് വേണ്ടത് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ തോരനായാലും കറി വിഭവങ്ങളിലൊക്കെ ഉഴുന്ന് ചേർക്കുന്ന ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. ഉഴുന്നിട്ട് ഓമയ്ക്ക തോരനായാലും നമ്മൾ എന്ത് വെച്ചെന്ന് പറഞ്ഞാലും അതിൽ ഇത് ചേർക്കുന്നത് വളരെ ടേസ്റ്റാണ്. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളകും അതുപോലെ തന്നെ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഉഴുന്നൊരു ബ്രൗൺ കളറാവണം കേട്ടോ. ഒത്തിരി കരിയാൻ പാടില്ല. സിമ്മയിലിട്ടിട്ട് വേണം അതെടുക്കാൻ. അപ്പം അതിനകത്ത് കിടന്നൊരു ബ്രൗൺ കളറാവും ഒരുമാതിരി. അപ്പോൾ തന്നെ ഒരു മണം വരും. ആ ഉഴുന്നിങ്ങനെ മൂത്ത് വരുന്നതിൻ്റെ ഒരു മണമുണ്ട്. അത് പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഉഴുന്ന്. നമ്മൾ ഈ എന്തെങ്കിലും തോരൻ വെക്കുന്നതിനകത്തൊക്കെ ഈ ഉഴുന്ന് ചേർത്ത് തോരൻ വെച്ചാണ്ടല്ലോ കടുക് താളിക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി ഉഴുന്നൂടെ മൂപ്പിച്ചാൽ നല്ല നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉഴുന്നൊക്കെ ഇങ്ങനെ ഏതാണ്ട് ആ വെള്ള കളർ മാറി ഒരു ബ്രൗൺ കളറിലേക്ക് എത്തി വരുന്നുണ്ട് കണ്ട. അത് ഒത്തിരി കരിയാൻ പാടില്ല. സിമ്മയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. വറവിനായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്യാസ് സിമ്മയിലിടുക. ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് കടുവറ. എരിശ്ശേരിക്കകത്ത് എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തേങ്ങ വറുത്തിടുമ്പോഴാണെന്ന്. അപ്പോഴാണ് എരിശ്ശേരി പൂർണ്ണമായിട്ടൊരു എരിശ്ശേരിയായിട്ട് മാറുന്നത് തന്നെ അല്ലേ. അപ്പോൾ അതാ നമ്മുടെ തേങ്ങ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. നമ്മളൊരു ചെറിയ രീതിയിൽ കേട്ടോ, വലിയ ആർഭാടമൊന്നുമില്ലാതെ ഒരു സിമ്പിളായിട്ട് പെട്ടെന്ന് എങ്ങനെ ഒരു എരിശ്ശേരി ഉണ്ടാക്കാം, നമ്മൾ ആ ഒരു രീതിയിലാണ് ഈ എരിശ്ശേരി വെക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ പലരും പല സൈഡിലും പല രീതിയിലാണ് വെക്കുന്നത്. ചിലർ വൻപയർ വെക്കും, ചിലർ കായ ഇടും, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. വൻപയർ ഇല്ലാത്തൊരു ചെറുപയർ ഇടും. സോ പല രീതിയിലാണ് നമ്മളീ പറയുന്ന എരിശ്ശേരി പലരും വെക്കുന്നത്. നമ്മളിവിടെ ഇങ്ങനെയാണ് വെക്കുന്നത്. പക്ഷേ വൻപയർ കുറച്ച് കുറയ്ക്കും. കാരണം വലിയ താല്പര്യം വൻപയറിനോട് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വൻപയർ കുറച്ചിട്ട് മത്തങ്ങ കൂട്ടിയിടുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങ ഇങ്ങനെ ചെറുതായിട്ട് ഗോൾഡൻ കളറായി വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തീ കൂട്ടിയിടാൻ പാടില്ല, കരിഞ്ഞു പോകും, ആ മണം പോകും. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില, ഫ്രഷ് കറിവേപ്പില, കഴുകി വെച്ചേക്കുന്ന കറിവേപ്പില, അതിൻ്റെ ആ തണ്ടുണ്ടല്ലോ അതുകൂടെ ഒടിച്ച് അതിലിടണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇല മാത്രം ഇട്ടപ്പോൾ ആ തണ്ടുകൂടെ ഇടണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ തേങ്ങായും അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്നും കടുകും മുളകും ഉള്ളി എല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, കരിഞ്ഞു പോവാതെ അതിളക്കി അതും സെറ്റായി. അപ്പം നമ്മുടെ മത്തങ്ങായും വൻപയറോട് വെന്ത് വരുന്നുണ്ട്. വിസിൽ വന്നു. അപ്പം നമുക്ക് ഓഫ് ചെയ്തിട്ട് അത് വെന്തോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് നമ്മുടെ വൻപയറും പിന്നെ മത്തങ്ങയും കൂടെ നന്നായിട്ട് നമ്മൾ ഉടച്ച് കൊടുക്കുവാണ്. വെന്തിട്ട് അതൊന്ന് നന്നായിട്ട് നമ്മുടെ തവി കൊണ്ട് ഒന്ന് കുത്തി ഉടച്ച് അതൊന്ന്, അന്നേരം ആ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടത്തുള്ളൂ. ഒത്തിരി അങ്ങ് നമ്മൾ ഒരുപാട് വിസിലടിച്ചാൽ അത് കലങ്ങി പോകും. അതേസമയം ഒരു 5 മിനിറ്റ് ഒരു 3-4 വിസിൽ അങ്ങോട്ടായി കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മളിങ്ങനെ തവി വെച്ച് അത് ഉടച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ അതൊരു ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോവാതെ എന്നാൽ നമുക്ക് ആ ഒരു എന്താ പറയുക അത് കാണത്തക്ക രീതിയിൽ കിട്ടും. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, തേങ്ങായും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ജീരകമൊക്കെ ചേർത്ത് നമ്മളുടെ ആ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഉടയ്ക്കാൻ പാടില്ല കണ്ടോ. അപ്പോൾ ആ മത്തങ്ങായും വൻപയറും ഒക്കെ അതിലിങ്ങനെ എന്താ പറയണേ ആ കിടക്കുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും.
അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങായും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങായും നമ്മുടെ ഉഴുന്നും വറ്റൽമുളകും എല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ആ വറവൂടെ അതിനകത്തോട്ട് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ ആ മണം അടിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പറയല, എരിശ്ശേരിയുടെ മണമുണ്ടല്ലോ, ഇതെല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ ഒരു മണമുണ്ട്. അപ്പോൾ തന്നെ ചൂടോടെ ഒരു ബൗളെടുത്തിട്ട് അതിനകത്തൊരു സ്പൂണും ഇട്ട് ഇങ്ങനെ മാറിയിരുന്ന് തിന്നുമ്പോൾ അരെ വാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പേഴ്സണലി പറയുകയാണെങ്കിൽ മത്തങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കതുണ്ടെങ്കിൽ ചോറിനൂടെ വേറൊരു ഇതും വേണ്ട. അപ്പം നമുക്ക് ഇച്ചിരി കുറുകി പോയിട്ടുണ്ടെങ്കിൽ ഒരു ശകലം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കുക. പാകത്തിനാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക, ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിലേക്ക് ഒരു ശകലം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമ്മൾക്കൊക്കെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ട് ഇളക്കുക. അപ്പോൾ അത് നമ്മുടെ വൻപയറും മത്തങ്ങയും കൂടി ഇട്ട് വെച്ചേക്കുന്ന എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ രീതിയിലൊന്ന് ഉഴുന്നിട്ട് കടുക് വറുത്തൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കടുക് വറക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഉഴുന്നുകൂടി ഇട്ടിട്ട് നമ്മൾ വറുത്ത് അതെടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഉഴുന്നിൻ്റെയൊക്കെ ഫ്ലേവർ നല്ലപോലെ അതിൽ നിൽക്കും. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.